ഇവിടുത്തെ സംഭവം ഞങ്ങൾ അറിഞ്ഞു. ഇവിടെ വന്ന് ഇതുപോലെ സംഭവം നടന്നു. നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് നടന്നു? 1 മണിക്കൂർ അടുത്താണ് 1 കിലോമീറ്റർ അപ്പുറത്ത് ഇവിടെ മറ്റു ബന്ധുക്കളാരെങ്കിലും കൂടെ ആദ്യം ബന്ധുക്കളൊക്കെ അപ്പുറം ഉണ്ട്. ഞങ്ങളൊക്കെ എത്തി. ആദ്യം എത്തുന്നത് പോലീസാണ്. പോലീസ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്ന് അത് കഴിഞ്ഞ ബാക്കിന്നാണ് അത് അകത്താണ്. ഒരുമിച്ചായിരുന്നു? അല്ലല്ല, ഓരോ റൂമിലാണെന്ന് തോന്നുന്നു. നമ്മളെ പോലീസ് അകത്ത് കയറ്റിയില്ല, അവനും കയറ്റിയില്ല. പോലീസ് ഒരു പെനാർമൂട് സ്റ്റേഷനിലുള്ള സി അടക്കമുള്ള സംഘം വന്നത്. അപ്പൊ നിങ്ങളിത് കണ്ടിട്ട് അങ്ങോട്ട് പോലീസ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നതുകൊണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് കയറി വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പയ്യൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു തന്നത്. അങ്ങനെ 2 ബോഡി എടുത്തപ്പോൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് 2 പേരെ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു 3 പേരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഈ പെൺകുട്ടിയെ കൂടെ എടുത്തുകൊണ്ട് വരുന്നത്. ചെറിയ അനക്കം ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ കയറ്റി വിട്ട് ആംബുലൻസ് വിളിച്ചു. നിങ്ങൾ കയറുന്ന സമയത്ത് ഈ സിലിണ്ടറിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു? വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഗ്യാസിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു, ബാക്ക് സൈഡിലുണ്ടായിരുന്നു. അതിനുശേഷം 3 പേരെയും ആശുപത്രിയിലേക്ക് ഗോകുലത്തേക്ക് കൊണ്ടുപോയി. ഈ അമ്മയ്ക്ക് ആ സമയത്ത് ഇതുണ്ടായിരുന്നു, അവർക്ക് ചെറിയ അനക്കം ഉണ്ടായിരുന്നു തോന്നുന്നു. ജനൽ പൊട്ടിച്ച അങ്ങനെയാണ് ഇവര് ചവിട്ടി പൊളിച്ചത്. നിങ്ങൾ ഈ തൊട്ടടുത്ത് താമസിക്കുമ്പോൾ ഇതിന് മുന്നേ എന്തെങ്കിലും ഒച്ചപ്പാടുകളോ എന്തെങ്കിലും കേൾക്കുന്നുണ്ട്? അത് ഇവരൊന്നും അയലോക്കത്ത് നമ്മളൊക്കെ വന്നതിന് ശേഷമാണ് അവരും ഇറങ്ങിയത്. അവരറിയുന്നുണ്ട്. പോലീസ് ഇപ്പോൾ വന്നതിന് ശേഷമാണ് അയലോക്കാർ വരെ അറിയുന്നത്. ഇല്ല, നേരത്തെ കണ്ടിട്ടില്ല. ഇല്ല, അറിയില്ല. ഗേറ്റ് അടിച്ച് പൊളിച്ചിട്ടാണോ? റൂമുകളും പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ റൂമുകളും പിന്നെ ഗേറ്റും പൂട്ടിയിട്ടാണ് ഞാൻ ഇത് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗേറ്റ് ലോക്കിട്ട് പൂട്ടിയിട്ടുണ്ട്. ഗേറ്റ് ലോക്കിട്ട് പൂട്ട് വാതിലും പോലീസ് വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ ഗേറ്റ് അടിച്ച് പൊട്ടിച്ചിട്ടാണ് അകത്ത് കയറിയത്. അപ്പോഴും ഗ്യാസ് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇതിന് ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടി നമ്മൾ അറിയണം ഈ സംഭവം ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള അറിയുന്നു. അതിനൊക്കെ മുറിവുണ്ടായിരുന്നു. എത്ര മണിക്കാണ് നിങ്ങൾ ഇവിടെ അറിഞ്ഞു ഇവിടെ എത്തിയത്? 6:15 ഞാനവിടെ വീട്ടിലിരിക്കുമ്പോഴാണ് അറിയുന്നത്. പോലീസ് ഉണ്ടായിരുന്നില്ല? ഇവിടെ പോലീസ് വന്നിരുന്നു. അതിന് ശേഷമാണല്ലോ നമ്മൾ അറിയുന്നത്. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഫാൻ കൂടെ ഉണ്ടായിരുന്നു സമയത്ത്? ഇല്ല, അഫാൻ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം പോലീസ് വന്നതിന് ശേഷമാണ് ഇവിടെ ബാക്കിയുള്ളവർ അറിയുന്നത്. മുകളിലായിരുന്നു എല്ലാവരുടെയും കൂടി കണ്ടിരുന്നു. എല്ലാവരും അകത്ത് തന്നെ, വീടിനകത്ത് തന്നെയാണ് എല്ലാം. പിന്നെ റൂം അടിച്ച് റൂം പൂട്ട് പൊളിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. അടച്ച് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അരമണിക്കൂറോളം എടുത്തു ഈ പറഞ്ഞ റൂമിനകത്ത് കയറാൻ. ഗ്യാസ് തുറന്നിട്ടിരുന്നു. നമ്മളകത്ത് കയറുമ്പോൾ ഗ്യാസിന്റെ സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലാരും അകത്തോട്ട് കയറിയില്ല. അത് അറിയില്ല. അത് കാമുകിയുടെ ഒരു പിന്നെ ബാപ്പായുമായ എന്നാണ് പറയുന്നത്. അവരെ നമുക്ക് കുറിച്ച് അറിയില്ല. മറ്റു വിവരങ്ങളൊന്നുമില്ല. ഇല്ല. ഇവരുടെ മറ്റു ബന്ധുക്കളൊക്കെ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്? ഉണ്ട്, അടുത്തുണ്ട്. ഈ പയ്യന് ഒരു കുഴപ്പമുള്ളതായിട്ട് നമുക്ക് ഇതുവരെ അറിവില്ല. പിതാവിന്റെ പേര് അഫ്വാൻ BAക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് പാസ്സായെന്നറിയില്ല. പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയിരുന്നു. പിന്നെ അതിനുശേഷം വിദേശത്ത് പിന്നെ വിസിറ്റിങ്ങിൽ പോയതാണ്. പോയിട്ട് വന്നതിന് ശേഷം പിന്നെ അറിയില്ല. ഇവിടെ തന്നെയാണോ പഠിച്ചത്? തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു? തിരുവനന്തപുരത്ത് തന്നെയാണ്. 17 കിലോമീറ്റർ ബാപ്പയുടെ ഉമ്മേനൊക്കെ നിങ്ങൾ? ഇല്ല, നമുക്ക് അറിയില്ല. നടക്കുന്ന 3 സ്റ്റേഷൻ അതിർത്തിയാണ്. പാങ്ങോട് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ് ഈ വാപ്പുമായി കൊള്ളുന്നത്. ഈ പെൺകുട്ടിയുടെ വാപ്പായുമായി കൊല്ലുന്നത് നെടുമങ്ങാട് സ്റ്റേഷൻ്റെ അതിർത്തിയാണ്. നെടുമങ്ങാട് വാപ്പ 88ഓളം വയസ്സുണ്ട്. ഇടയ്ക്ക് വരാറുണ്ട്. പെൺകുട്ടി അറിയില്ല. പെൺകുട്ടി ഇന്ന് ഞാൻ അറിയുന്നത് തന്നെ. ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ള ഇന്നാണ് അറിയുന്നത്. ഇവിടെ അയൽവാസികൾക്കൊന്നും അറിയില്ലായിരുന്നു. പിതാവിനെ ബന്ധപ്പെടുന്ന ആരെങ്കിലും നിങ്ങളാരെങ്കിലും ബന്ധപ്പെട്ടു? ഇല്ല. 5 വർഷത്തോളമായി വിദേശത്താണ്. അദ്ദേഹം എങ്ങനെയാണ് എല്ലാവരുമായിട്ടും അടുത്ത്? ഇവിടെ വന്ന് കൂടുതൽ അങ്ങനെ വലുതായിട്ട് ഇവിടെ അറിയില്ല. എന്നാലും വരുമ്പോൾ എല്ലാവരുമായിട്ട് നല്ല സഹകരണമാണ്. ഇവര് പണ്ട് കാലം തൊട്ടേ ഇവിടെ തന്നെ ആയിരുന്നു? അല്ല, ഇവിടെ ഒരു 8 വർഷത്തിന് അകത്താണ് ഇവിടെ താമസമായത്. 8 വർഷം വീട് വെച്ച് താമസിച്ചു? വീട് പിന്നെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കുക. 8 വർഷമായിട്ട് ഇവിടെ. 8 വർഷം. അത് ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ബാപ്പായുമായ എന്നാണ് അറിയപ്പെടുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടിലുണ്ടായിരുന്നു. ലാസ്റ്റിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടായിരുന്നു.
എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്? ഇവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ക്യാൻസർ ചികിത്സ വരുമാനങ്ങളും കുറവായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് തോന്നുന്നു. ചികിത്സയുമായി ബന്ധപ്പെട്ട ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു ഇതില്ല. ഇപ്പം കുറച്ച് നാളുകൊണ്ട് ചികിത്സ അങ്ങനെ വലുതായിട്ടില്ല. ഈ പ്രതിയുടെ വാപ്പ വിദേശത്താണ്. അദ്ദേഹം വരാറുണ്ടോ? വന്നിട്ട് തന്നെ ഇപ്പം 4-5 വർഷത്തിനകത്തായിരുന്നു. ഇടയ്ക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇടയ്ക്ക് ഇവർ പിന്നെ വിസിറ്റിങ്ങിൽ പോയായിരുന്നു. മക്കളും ഈ 2 മക്കളും ഉമ്മായും കൂടെ വിസിറ്റിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെയാണ് വിസിറ്റിങ്ങിൽ പോയത്. ഇത് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എങ്ങനെയാണ്? ഇയാൾ ജോലിക്ക് പോയിരുന്നു, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? അല്ല, ഈ പിന്നെ കുട്ടികൾ മൂത്ത മകൻ ജോലിക്കൊന്നും പോയിട്ടില്ല. പഠിച്ചു കഴിഞ്ഞിട്ട് വിദേശത്ത് വിസിറ്റിങ്ങിൽ പോയിട്ട് വന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല.